പ്രൈസ് ദി ലോർഡ്. അതിശാലകൃതമായ സദസ്സിന് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുവാൻ പോകുന്ന വ്യക്തി TK ഷാമുവേൽ സാർ. ഇലന്തൂർ തെക്കേതിൽ കുഞ്ഞുമ്മൻ ഷാമുവേൽ എന്ന TK ഷാമുവേൽ കീർത്തന കൈരളിയുടെ വലിയ കാരണവറാണ്. കുഞ്ഞുമ്മൻ മറിയാമ്മ ദമ്പതികളിൽ 7 മക്കളിൽ ഇളയവനുമായി 1916 ജൂൺ 2 ജനിച്ചു. ഭവനത്തിൽ നല്ല ആത്മീയ പശ്ചാത്തലം ഉണ്ടായിരുന്നതിനാൽ കൗമാരപ്രായത്തിൽ തന്നെ കർത്താവിനെ സ്വീകരിച്ചു. സ്കൂൾ കാലഘട്ടത്തിൽ ചിത്രകലയിൽ നിപുണനായിരുന്ന അദ്ദേഹം ഉത്രം തിരുനാളിൽ നിന്ന് വരെ ഉപകാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ചിത്രകല അദ്ദേഹത്തിന് എക്കാലവും ഒരു ഹരമായിരുന്നു. വരകളിൽ വർണ്ണം പകരുവാനുള്ള ഈ കഴിവ് പിന്നീട് വരികളിൽ വർണ്ണം പുരട്ടുവാനായിട്ട് ഇടയായി തീർന്നു. TC വർക്കി, V നാഗൽ, കുമ്പനാട് അച്ഛൻ എന്നിവർ അക്കാലത്ത് പതിവായി ഭവനം സന്ദർശിക്കുക പതിവായിരുന്നു. ഇവരുടെ ആത്മീയ പ്രവർത്തനങ്ങൾ തൻ്റെ ആത്മീയ ജീവിതത്തെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു സ്കൂൾ അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ മഹാകവി KV സൈമൺ സാറുമായുള്ള കൂടെയുള്ള കൂട്ടായ്മ തൻ്റെ ജീവിതത്തിലെ ആത്മീയ കാര്യങ്ങളിൽ തന്നെ ഏക തൽപരനാക്കി. ക്രിസ്തു മഹാത്മ്യം താൻ തൻ്റെ ഗാനങ്ങളിൽ കൂടി വരച്ചു കാണിച്ചിട്ടുണ്ട്. ഏകദേശം 130 ഗാനങ്ങൾ എഴുതി ക്രൈസ്തവ കൈരളിയെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. ക്രൂശിലെ ക്രിസ്തുവിൻ്റെ മഹത്വം താൻ ആവോളം വരച്ചു കാട്ടിയിട്ടുണ്ട്. ഇന്നും നമ്മുടെ ആരാധനാലയങ്ങൾ സ്തോത്രഗീതങ്ങളായി നാം അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും പാടുന്നുണ്ട്. കാൽവറിയിൽ ക്രൂശിൽ കാണുന്ന രൂപമേ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗാനം. കാൽവറിയിൽ കാരുണ്യമേ ആ എൻ പ്രിയൻ, എന്തൊരു സ്നേഹമിത്, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, ആശ്രയം യേശുവേ എന്നാൽ മനമേ നിനക്കാശ്വസിച്ചിടാം, ദൈവമക്കൾ നാം ഭാഗ്യശാലികൾ, എന്നിൽ കനിവേറും ശ്രീ യേശു മനുവേലൻ, നല്ലിടയൻ യേശുനാഥൻ, നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടെ ആയുസിൽ, രക്ഷകനെ നിൻ പക്ഷമായി ഇക്ഷിതിയിൽ, സ്വർലോക പൗരജനമേ തരുമോ, യേശുവിൻ ജനമേ ഭയമെന്തിനകമേ, ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം, ക്രിസ്തേശുനാഥൻ്റെ പാദങ്ങൾ പിന്തുടരും, മാറാത്ത സ്നേഹിതൻ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗീതങ്ങളിൽ ചിലതാണ്. ഇന്നും ബ്രദറൻ വിവാഹവേദികളിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ഗാനമാണ് ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ എന്നുള്ളത്. നമ്മുടെ ഏകാന്തതയിൽ, രോഗവേളയിൽ, ദുഃഖത്തിൻ്റെ വേളയിൽ, വേർപാടിൻ്റെ വേദനയിലൊക്കെയും നാം എപ്പോഴും പാടി ആശ്വസിക്കുന്ന ഒരു പാട്ടുണ്ട്. പ്രിയരെന്നു കരുതിയ സഹചരെല്ലാവരും പ്രിയലേശമില്ലാതെ പോകും, ആരുമില്ല നീ ഒഴികെ ചാരുവാനൊരാൾ. പരിശോധനയുടെ തീച്ചൂളയിൽ കൂടി താൻ കടന്നു പോകിയപ്പോൾ കരുത്തനാം അവൻ കരങ്ങളിൽ പിടിച്ചതിനാൽ ഇതെന്തു ഭാഗ്യമേ യേശുനാഥനോട് കൂടെ എന്ന് തനിക്ക് എഴുതുവാനായി ഇടയായി തീർന്നു. ഇതിലൊക്കെയും ഉപരിയായി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു അനുഭവം കടന്നു വന്നത് തൻ്റെ സന്തത സഹചാരിയായിരുന്ന സഹധർമ്മിണിയുടെ രോഗാവസ്ഥയിലായിരുന്നു. തൻ്റെ രോഗാവസ്ഥയിൽ താൻ തിരുവല്ല മിഷൻ ഹോസ്പിറ്റലിൽ തൻ്റെ ഭാര്യ അഡ്മിറ്റായിരുന്ന സമയങ്ങളിൽ 1976 ഓഗസ്റ്റ് മാസം 26 താൻ നിത്യതയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ, അതിന് ഏകദേശം 2-3 ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുവാനായിട്ടിടയായി തീർന്നു. ചുവടോരോന്നെടുത്തു വെച്ചിടുവിൻ അവൻ മുൻപിൽ, അത് ദൈവഹിതത്തിനായി തന്നെ സമർപ്പിക്കുവാൻ ദൈവം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാഹചര്യം ഒരുക്കിയത് കൊണ്ട് ആ വരികൾ അപ്രകാരം കുറിച്ചിടുവാനായിട്ടിടയായി. നാളെയെ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഭാരമില്ല എന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണത്തിന് ശേഷമാണ് ആ വരികൾ തനിക്ക് കംപ്ലീറ്റ് ആക്കുവാനായിട്ട് കഴിഞ്ഞത്. തൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും ദൈവം അറിയാതെയല്ല എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണെന്ന് താൻ തന്നെ സമർപ്പിച്ചുകൊണ്ട് താൻ ഇപ്രകാരം എഴുതി. ഈ വരികൾ നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ചുവടോരോന്നെടുത്തു വച്ചിടുകിൽ മുൻപിൽ അവനേക്കും വെളിച്ചമാതിനിക്കുമാതി, ചുവടോരോന്നെടുത്തു വച്ചിടുകിൽ മുൻപിൽ അവനേക്കും വെളിച്ചമാതിനിക്കുമാതി, അതിലേറെ കൊതിക്കുന്നിൽ ലിഹാലോകി ഞാൻ
ചെയ്യട്ടെ. അറിയുന്നല്ലോ ദൈവമറിയുന്നല്ലോ എൻ്റെ ഭാവി അറിയുന്നല്ലോ. എന്തിനായി ഞാൻ ചിന്തകളായി കലങ്ങിടുന്നു, എന്തിനായി ഞാൻ ചിന്തകളായി കലങ്ങി